ഇന്ന് ഫെബ്രുവരി 29 വ്യാഴാഴ്ച 2024 വർഷം കൂടി പറഞ്ഞേക്കാം. അങ്ങനെയാണല്ലോ ആദ്യമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്നുള്ളൊരു ചിന്ത വന്നത് ഇന്നലെയാണ്. കാരണം 4 വർഷം കൂടുമ്പോഴാണല്ലോ ഫെബ്രുവരി 29 വരുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇവിടെ പറഞ്ഞിട്ട് പോയെങ്കിലും ചീറ്റിപ്പോയി. എഴുന്നേൽക്കാണ്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കാരണം ഫ്രഷായി റെഡിയായിട്ട് ഇങ്ങ് പോകുന്നു. അപ്പോൾ ബാക്കിയുള്ളതാണ് വീഡിയോയിൽ. നാളെ നമുക്ക് ആദ്യം തുടങ്ങിയുള്ള ഫസ്റ്റ് എടുക്കാം. പിന്നെ ഞാൻ കരുതി ഇന്ന് ചെയ്യേണ്ടതെന്ന് കരുതി. അപ്പം ഞാൻ കരുതി വേണ്ട, കാരണം ഇനിയിപ്പം 4 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ദിവസമല്ലേ 29. അപ്പോൾ ഇന്ന് തന്നെ വെച്ചേക്കാന്ന് കരുതി. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നത് റെഫക്ടറിയിലേക്കാണ്. ഭക്ഷണം കഴിക്കാണ്ട് ചായ കുടിക്കാണ്ട് പോകാൻ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നല്ല അടിപൊളി കടലക്കറി, ഒപ്പം ചായ ഉണ്ട്. ഇത് നമ്മുടെ ലിജോ അച്ഛനുണ്ട്. ലിജോ അച്ഛനാണ് +1 നമ്മുടെ ഫസ്റ്റ് ഇയർ കുട്ടികളുടെ പ്രീഫെക്ഷൻ. ലിജോ അച്ഛൻ, ആൽബർട്ട് ബ്രദർ നമ്മുടെ റീജൻ്റ് ബ്രദറാണ്. ആൻ്റണി ബ്രദർ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ജിതിനച്ചൻ. ജിതിനച്ചനാണ് നമ്മുടെ ഇവിടെ ഭക്ഷണത്തിൻ്റെയും നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ജിതിനച്ചനാണ്. നമ്മുടെ ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. നമുക്ക് എന്ത് ഭക്ഷണമാണോ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ഭക്ഷണം. അല്ലാതെ വേർതിരിവുകൾ ഇതൊന്നുമില്ല. സുപ്പീരിയർ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛൻ പുറത്ത് കുർബാനയ്ക്ക് പോയതുകൊണ്ട് അവിടെ ചായ പിടിച്ചിട്ട് വന്നത്. ഇതാണ് ഞങ്ങളുടെ സെമിനാറിയുടെ ഉൾവശം. ഉറകാത്തെ ഭവൻ്റെ ഉൾവശമാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല പച്ചപ്പും ഹരിതാപ്പൊക്കെ ആയിട്ട് സൂപ്പർ. ഈ കൊട്ടകൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ ഒരു തവണ കുറേ ഗപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് ഗപ്പികൾ, പല വെറൈറ്റീസ്, അതിനെല്ലാത്തിനും ഇട്ടേക്കുന്ന കൊട്ടകളാണിത്. ഇതെല്ലാം മാറ്റാറായി. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിലും ഏതാണ്ട് നല്ലോണം കുഞ്ഞുങ്ങളായി. അപ്പോൾ ഒരു 10-12 കൊട്ടകളുണ്ട്, 10-12 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും ഇതെല്ലാം ആ വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഒന്നിനെ മിക്സ് ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങളാവുന്നതനുസരിച്ച് നമ്മൾ മാറ്റി ഇട്ടതുകൊണ്ട് എല്ലാം ആ ഒറ്റ വെറൈറ്റിയാണ്. ആ ഒരു കൊട്ടയിൽ ആ ഒറ്റ വെറൈറ്റി മാത്രമേ ഉള്ളൂ. അല്ലാതെ മിക്സ്ഡ് ആയിട്ടുള്ള ഗപ്പികളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം ഇതിനെല്ലാത്തിനും മാറണം, കാരണം അതിനുള്ള സ്പേസ് ഇല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക, നമുക്ക് അക്വേറിയം മേടിച്ചാൽ അത് മുതലാവില്ല. അതുകൊണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ ബോഡിയില്ലേ, അപ്പോൾ അത് മേടിക്കണം. എന്തായാലും ഒരു 4-5 മേടിക്കാമെന്ന് കരുതിയിരിക്കുക. അതാകുമ്പോൾ അത്ര എക്സ്പെൻസീവും അല്ല, പക്ഷേ നല്ല രസം ഉണ്ടാകും കാണാനായിട്ട്. ഇപ്പോൾ ഈ ബ്ലാക്കിലകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആ ഗപ്പികളെ കാണുമ്പോഴും ഒരു രസം തോന്നുന്നില്ല. അതിൻ്റെ ആ സാരിവാൽ ഇതൊക്കെ കാണാനായിട്ട് റെഡിയാവും. പിന്നെ നമ്മുടെ ചായ കുടി കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ മീനുകൾക്കൊക്കെ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യം തന്നെ സാധാരണ ഇതിൽ ഞാനതാ ചെയ്യാറെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായി പോയിട്ട് ചെയ്യാൻ നമുക്ക് പോയി ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആദ്യമേ തന്നെ വന്ന് ഭക്ഷണം കൊടുക്കും. ഞാൻ കൊടുത്തില്ലെങ്കിൽ ബ്രദേഴ്സ് കൊടുക്കും. ഞങ്ങളങ്ങനെ മാറി മാറിയാണ് സാറിന് കൊടുക്കാറ്. ഞാൻ ഇവിടെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാനാണ് കൊടുക്കാറ്, അല്ലാത്തപ്പോഴാണ് നമ്മുടെ ബ്രദേഴ്സൊക്കെ കൊടുക്കുക. ഞാൻ അതിനിട്ട് ഇന്ന് ഞാൻ അനിയത്തിനെയും വിളിച്ചു. ഇത് കാണുമ്പോൾ നിങ്ങൾ തോന്നരുത് ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്നവരാണോ തോന്നരുത്, ഒരിക്കലും അല്ല. ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കാറോ മെസ്സേജ് അയക്കാറൊന്നുമില്ല. പക്ഷേ ആ സ്നേഹം എപ്പോഴും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ആ ഒരു സ്നേഹവും എന്താ പറയുക, ആ ഒരു മനസ്സിലാക്കലും എല്ലായ്പ്പോഴും ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റെഫിക്ക് ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു. കാരണം അനിയൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു മീനിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റെഫിയുടെ ബർത്ത്ഡേക്ക് ഞാൻ അത് അറേഞ്ച് ചെയ്തെങ്കിലും എന്ത് പറ്റിയില്ല, ആ മീൻ അവിടെ എത്തിയില്ല. അതിന് ചെറിയൊരു പരാതി സ്റ്റെഫിക്ക് ഉണ്ടായിരുന്നു. അത് സ്റ്റെഫി ഇങ്ങനെ പതിയെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓൺ വോയിസ് നമുക്ക് അങ്ങനെ തന്നെ കേൾക്കാം. ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ സ്റ്റെഫിയോട് പറഞ്ഞില്ല. അതുകൊണ്ട് സ്റ്റെഫിയുടേതായിട്ടുള്ള രീതിയിൽ പറയുന്നത് നമുക്കിതിപ്പോൾ കേൾക്കാം കേട്ടോ. ആ ഒരു ഓൺ വോയിസ് നീ എന്തിനൊക്കെ എനിക്കൊന്നും മേടിച്ചതല്ലേ ബർത്ത്ഡേക്ക്. ഇവനെ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു. എനിക്കൊന്നും മേടിച്ചത് എനിക്ക് സ്റ്റാറ്റസ് ഇട്ടില്ലാന്നോ? നിന്നെ ഓടിക്കും ഞാൻ. നിന്റെ ബർത്ത്ഡേക്ക് ചേട്ടാ എന്നാത്തൊക്കെ വീഡിയോ ഇട്ടത്? വേറെ വീഡിയോ ഒന്നും ഉണ്ടായില്ല എന്റെ. നിനക്ക് മീൻ കൊണ്ട് തന്നില്ല ഇതുവരെ? എടി നിനക്ക് മീൻ കൊണ്ട് തന്നില്ല ബിനോ? അവൻ എന്നോട് കൊണ്ടുതരാന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ വന്നിട്ട് ഇന്ന് ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ച്. പുറത്ത് പോകാനായിട്ട് വേറെ കാരണങ്ങളൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു മീനിടാനായിട്ട് കുറച്ച് ഫ്രിഡ്ജിൻ്റെ ബോഡിയൊക്കെ വേണമെന്ന്. അപ്പോൾ അത് മേടിക്കാനായിട്ട് ആക്രിക്കടയിൽ പോകാൻ കരുതിയിട്ടാണ്. അപ്പോൾ അന്ന് നോക്കിയപ്പോൾ കുറേ നാളെ ബൈക്ക് എടുത്തിട്ട്, അതുകൊണ്ട് തന്നെ ബൈക്കിനകത്ത് നിറച്ച് പൊടിയാണ്. കാരണം ഞാൻ നോർത്ത് ഈസ്റ്റ് പോയിരുന്നതുകൊണ്ട് ബൈക്ക് അങ്ങനെ ആരും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ തൊട്ട് തുടച്ച് വൃത്തിയാക്കി അടിപൊളിയാക്കി കുട്ടപ്പനാക്കി നമ്മളിപ്പോൾ അതിനകത്ത് പോവുകയാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ആക്രിക്കടകൾ അധികം എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലായിടത്തും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതാണ് വേറെ പ്രശ്നം. അങ്ങനെ ബൈക്കൊക്കെ ഓൺ ചെയ്തു. പിന്നെ സേഫ്റ്റി മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹെൽമെറ്റൊക്കെ വെച്ച് അടിപൊളിയായിട്ട്
സെറ്റായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ സാധാരണ തലയിൽ ഹെൽമെറ്റ് വയ്ക്കുന്നതിന് മുമ്പ് ആ ഒരു ക്യാപ്പ് വയ്ക്കും. കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മുടെ ഹെൽമെറ്റും ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബൈക്കും വണ്ടികളും എല്ലാ സാധനങ്ങളും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അത് പലരായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ സാധാരണഗതിയിൽ ആ ഒരു ക്യാപ്പ് മേടിച്ച് വയ്ക്കും. അതിന് മുകളിലാണ് ഹെൽമെറ്റ് വയ്ക്കാറ്. അങ്ങനെ നമ്മൾ യാത്ര പോവുകയാണ്. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പാടമുണ്ട്. ഈ പാടത്തിൻ്റെ വരമ്പിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇന്ന് കുറേ സ്ഥലത്ത് പോയി. പക്ഷേ 2-3 സ്ഥലങ്ങളിൽ പോയെങ്കിലും എവിടെ ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പച്ചിലക്കാട് നിന്നും മീനങ്ങാടിക്ക് തിരിഞ്ഞപ്പോൾ അവിടെ വരദൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി ഉപ്പിലിട്ട സാധനങ്ങൾ. ഞാനപ്പോൾ ചെന്ന് അവിടെ തന്നെ വണ്ടി നിർത്തി വേഗം ഇറങ്ങി ഈ ഒരു ചോളം ഉപ്പിലിട്ടത് മേടിച്ച് കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റ്. ചോളം ഉപ്പിലിട്ടിട്ട് ഞാൻ ഇത് അധികം കഴിച്ചിട്ടില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല അടിപൊളി സംഭാരവും, അത്യാവശ്യം നല്ല എരിവും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല അടിപൊളി സംഭാരവും കഴിച്ച് അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. കാരണം അന്വേഷിച്ചിടത്തൊന്നും കിട്ടിയില്ല. ഇതാണ് ഞങ്ങളുടെ ചേരിയൻകൊല്ലി പാലം. അതേ പാലം കടന്ന് ഇങ്ങനെ മന്ദം വരുന്നതാണ് ഞങ്ങളുടെ ചേരിയൻകൊല്ലി ടൗൺ. ഇച്ചിരി സ്പീഡുണ്ട്, എന്നാലും നമുക്ക് ടൗണിനൊക്കെ നമുക്ക് പിന്നെ കാണാം. അപ്പം ഞങ്ങളിത് ഇങ്ങനെ പോയി ഇനിയിപ്പോൾ നമ്മുടെ സെമിനാറിലേക്ക് കയറണ്ട. ഇത് വിളമ്പുകണ്ടം റൂട്ടാണ്. വിളമ്പുകണ്ടം പനമരം കൽപ്പറ്റയ്ക്ക് പോകുന്ന എളുപ്പവഴിയാണ്ടത്. ഇതിങ്ങനെ പോകുന്ന വഴിയാണ് നമ്മുടെ ലിജോച്ചൻ അവിടെ ഉണ്ട്, നമ്മുടെ കിച്ചണിൽ നിൽക്കുന്ന ചേച്ചിയുടെ പിള്ളേരാണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ചെന്ന് സെമിനാറിയുടെ ഫ്രണ്ടിലെത്തി ബൈക്ക് അവിടെ വെച്ച് ഭക്ഷണത്തിന് നിന്നപ്പം അടിപൊളി ഫുഡ്. ചോറ്, മാങ്ങക്കറി, ക്യാബേജ് വളർത്തിയത്, നമ്മുടെ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ നിന്നുള്ള ചമ്മന്തിപ്പൊടി, കൊണ്ടാട്ടമുളക് പക്ഷേ അടിപൊളി ടേസ്റ്റ്. ഞാൻ അതെല്ലാം കൂടി കൂട്ടി പുറത്ത് പോയി വിശന്ന് വലഞ്ഞ് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു. അതെല്ലാം നല്ല ആഘോഷമായിട്ട് ആസ്വദിച്ച് ഞാൻ കഴിച്ചു കുറച്ച് നേരം. ലിജോച്ചൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. ബാക്കി എല്ലാവരും പോയിരുന്നു, കാരണം നമുക്കിവിടെ 1:15 ലഞ്ച്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ബാക്കി എല്ലാവരും പോയിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോഴേക്കും 2:30 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് ഇപ്പോൾ ഏതാണ്ട് സമയം 4:15 4:45 ഞാൻ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിരുന്നു. പക്ഷേ ഫോണിന് ചാർജ് ഇല്ലാതിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ കൊന്തയും അതുപോലെ തന്നെ ബ്രദേഴ്സിൻ്റെ പ്രാർത്ഥനകൾ അതെല്ലാം ആ സമയത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ടൈമാണ്. ഇത് നമ്മുടെ താഴത്താണ് ബാസ്കറ്റ്ബോൾ കോർട്ട്. പക്ഷേ ഇന്ന് ബാസ്കറ്റ്ബോൾ അല്ല കളിക്കുന്നത്, കാരണം അവിടെ മൊത്തം നെല്ലിട്ടേക്കാണ്. നമുക്കിനി അടുത്ത തവണ വിതയ്ക്കാനുള്ള നെല്ലെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന നേരെ വോളിബോൾ കോർട്ടിലാണ്. ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ മുകളിലാണ് വോളിബോൾ കോർട്ട്. അപ്പോൾ നമ്മൾ മന്ദം ഈ സൈഡ് പിടിച്ച് നടന്ന് സൂക്ഷിച്ച് കയറി പോയില്ലെങ്കിൽ ഉരുണ്ടുപടം താഴ്ചാടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പതിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മുകളിലെത്തും. അപ്പോൾ ഈ അടുത്ത പോയി സ്ഥലം ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ പ്രദേശം ചെയ്താണ്. ഈ വോളിബോൾ കോർട്ട് നമ്മുടെ പ്രദേശം ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ട സമയത്ത് ചെയ്ത വോളിബോൾ കോർട്ടാണ് കേട്ടോ. അടിപൊളി കളി. ഞാൻ പക്ഷേ കളിക്കാണ്ട് ഇറങ്ങിയില്ല. ഞാനിവിടെ നിന്നിങ്ങനെ വീഡിയോ എടുത്ത് ഇവരുടെ കളികളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇവരിപ്പം 3 ബാച്ചുകാരാണ് ഇവരുള്ളത്. ഫസ്റ്റ് ഇയറിൽ വന്നേക്കുന്നവർ, +1 പഠിക്കുന്നവർ, +2 പഠിക്കുന്നവർ, അങ്ങനെ 3 ബാച്ചിലുള്ള ബ്രദേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവർ മൊത്തം 14 പേരുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ലിജോച്ചനൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇത് ആ ബോൾ എടുത്ത് ലിജോച്ചനാണ്. പിന്നെ ഇത് നമ്മുടെ ആൻ്റണി ബ്രദറും ഒക്കെ ഉണ്ട് ഇതിനകത്ത് കളിക്കേണ്ടത്. മിഥുലുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും എത്ര വയ്യാതെ ഈ പനി പിടിച്ചു എന്തെങ്കിലും അസുഖം വന്ന് കിടന്നാൽ പോലും എഴുന്നേറ്റ് വരും. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് ചായ കുടിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ മന്ദം ഇങ്ങനെ ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നടുക്കാണ് നമ്മളുടെ വോളിബോൾ കോർട്ട്. ഇത് നമ്മളുടെ സെമിനാറിയുടെ പുറകുവശമാണ്. ഇതിങ്ങനെ പോയാണ് നമ്മൾ എവിടേക്ക് എത്തുന്നത്? ഫാക്ടറിയിലേക്ക് എത്താനുള്ള പുറത്തോടെയുള്ളൊരു വഴിയാണ് കേട്ടോ. സാധാരണ ഇതിൽ കളിയും വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ പോകാറ്. പിന്നെ ഇന്നലെ വ്യാഴാഴ്ച ആയിരുന്നുകൊണ്ട് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ പോയി. ആ വർക്കിൻ്റെ സമയത്തായിരുന്നു ഞാൻ പുറത്തു പോയത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ചായക്ക് നല്ല അടിപൊളി സുഖിയനായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചില്ല, കാരണം വേറൊന്നുമില്ല, ഞാൻ കുറച്ച് ചായ കുടിച്ചിട്ട് പുറത്തേക്ക് പോയി. ഇതെനിക്ക് നമ്മുടെ കഴിഞ്ഞ ക്രിസ്തുമസിന് കിട്ടിയ കപ്പാണ്, പറയാൻ കിട്ടിയില്ല. പുറത്തു ഇത് വേറൊന്നുമല്ല. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ട് ഇപ്പോൾ 8-9 മാസം കഴിഞ്ഞു. ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോവാം. ഞാനും ജിതനച്ചനും ലിജോച്ചനും ആൻ്റണി ബ്രദറും കൂടി. അപ്പോൾ നമ്മൾ നേരത്തെ പോയ ആ ഒരു വഴിയുടെ വേറൊരു ഭാഗമാണ് ഇത്. ഫ്രണ്ടിൽ പോകുന്നതാണ് ജിതനച്ചനും ആൻ്റണി ബ്രദറൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി കുറച്ച് ദൂരം അങ്ങ് പോയി കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 6 മണിക്കാണ്. 6 മണി 5:45 കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി കുറച്ച് ഉള്ളിലൂടെയൊക്കെ പോകാനായിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ കാരക്കാമലയ്ക്ക് പോകുന്ന വഴിയാണ്. നമ്മളിങ്ങനെ കയറി അവിടെ ഒരു കുരിശടി ഉണ്ട്. ആ കുരിശിൻ്റെ സൈഡിലൂടെയുള്ള വഴി കൂടെ പോകുമ്പോഴാണ് ഈ പുഴ ഉണ്ടാകുക. ഈ റൂട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നത്.
ഞാൻ കാര്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതുവഴി ഈ വഴിക്കൊന്നും പോയിട്ടില്ല. അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് സെറ്റപ്പാണ്. അടിപൊളിയായിട്ട് ഞങ്ങളിത് ഇങ്ങനെ പോയി 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 കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുഴ എത്തും. ഒരു 10 മിനിറ്റോളം ഓടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ടിലിരുന്ന് ഓടിച്ചു. ലിജോച്ചനാണ് എൻ്റെ പിറകിൽ ഇരുന്നുകൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ട വാഴത്തോട്ടങ്ങൾക്കിടയിലൂടെ, കപ്പത്തോട്ടത്തിനും വാഴത്തോട്ടത്തിനും ഇടയിലൂടെ ഞങ്ങൾ സാഹസികമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്കൊക്കെ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര കുണ്ടും കുഴിയൊക്കെയായിരുന്നു. ഇതാണ് ആ പുഴ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ആലുവയിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ ബ്രദേഴ്സും അച്ഛന്മാരൊക്കെ വന്നിട്ട് ഇവിടെ വെള്ളം കുറഞ്ഞുകൊണ്ട് ഒരു ബണ്ട് പോലെ ഇങ്ങനെ കെട്ടിയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളം വരുമ്പോൾ ആരെങ്കിലും കേട്ട് വന്ന് കെട്ടാറുണ്ട്. ഇത്തവണ ഞങ്ങൾ റെഡിയാക്കി എടുത്തതാണ്. കാരണം നമുക്കും അതുപോലെ തന്നെ അവിടെയുള്ളവർക്കൊക്കെ കൃഷി ഇനിയിപ്പോൾ വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ സൈഡിലൊക്കെ കൊണ്ടുപോയി സോപ്പും നമ്മുടെ ഡ്രസ്സും സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചത് പതിയെ അങ്ങ് ഇറങ്ങാൻ പോവാണ്. ഇതാണ് റൊണാൾഡോയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നത്. ലിജോച്ചനാണ്. അത്രയും ആഴമുള്ളൂ കേട്ടോ, ഒത്തിരി ആഴമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ 2 പുഴകൾ വന്ന് ചേരുന്ന സ്ഥലമാണത്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ നേരത്തെ ഒട്ടും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ അത് കെട്ടിയതുകൊണ്ടാണ് ഇത്രയും വെള്ളം വരാൻ കാരണം. പിന്നെ ഈ വെള്ളം നേരെ ചെന്ന് ചേരുന്നത് പനമരം പുഴയിലേക്കാണ്. അവിടെ മുതലൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഇതിൻ്റെ സൈഡിലും ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഭാഗ്യത്തിന് ഇന്നലെ ഒന്നും കണ്ടില്ല. അതൊക്കെ വെറുതെ മുങ്ങിക്കിടക്കുന്നുണ്ടോ, അവിടെയൊക്കെ നിലയുണ്ട്. അരയോളം പൊക്കത്തിൽ വെള്ളമാണത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ ഒരു 6:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പതിയെ എല്ലാവരും കൂടി ഇതേ കയറുകയാണ്. പെട്ടെന്ന് ഇരുട്ടായി ഓർമ്മപ്പോഴത്തേക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് കുളിയും ആരാധനയും എല്ലാം കഴിഞ്ഞ് തിരിച്ച് അത്താഴത്തിൽ വന്നു. കഞ്ഞി ഉണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി, തോരൻ എല്ലാം കൂട്ടി കഴിച്ചു. ഞാൻ രാവിലെ പറഞ്ഞില്ല എഴുന്നേക്കാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുർബാന എല്ലാം പോവാം. കുർബാനയ്ക്ക് പോകേണ്ടത് ഇതാണ് ഞങ്ങളുടെ ചാപ്പൽ. നല്ല അടിപൊളി ചാപ്പലാണ് ഞങ്ങളുടെ. ഇതിപ്പം വൈകിട്ടായതുകൊണ്ട് ഇങ്ങനെ എല്ലാ ലൈറ്റും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട് ചാപ്പൽ കാണാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ ചാപ്പൽ. അപ്പോൾ ഞാൻ പേഴ്സണൽ മാസമാണ് ചൊല്ലുന്നത്. ഇത് നമ്മുടെ കുർബാനയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ലാറ്റിൻ കുർബാനല്ല, ലാറ്റിൻ ഇംഗ്ലീഷാണ് ചൊല്ലുന്നത്. നമ്മുടെ എല്ലാം ഉറയുണ്ട്, നമ്മുടെ അപ്പവും വീഞ്ഞും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിനി ഇത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസും കൂടി ഉണ്ട്. ഒന്ന് സിനിമയ്ക്ക് പോവുക ഇന്ന് വൈകിട്ട്. ഇതിപ്പം എ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് തീരുമാനിച്ച അന്ന് തന്നെ ഇതെല്ലാം ഒരു സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മളുടെ സിനിമയുടെ രാത്രി ദൃശ്യമാണ് കേട്ടോ. നമ്മൾ പകലുണ്ടതിൻ്റെ രാത്രിയാണത്. അങ്ങനെ ഞങ്ങളിത് ആ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മാനന്തവാടി ജോസ് തിയേറ്ററിലാണ് ഞങ്ങൾ പോയത്. എല്ലാ തവണയും ഞങ്ങളെപ്പോൾ എപ്പോഴെങ്കിലും സിനിമയ്ക്ക് പോകുമ്പോൾ എപ്പോഴും അവിടെ എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും. ഈ തവണ എന്തായാലും കറക്റ്റ് സമയത്തെത്തി ജോസ് സിനിമാസ്. അങ്ങനെ ഞങ്ങളിതാ തിയേറ്ററിനകത്തേക്ക് കയറി. നല്ല തിരക്കായിരുന്നു, എന്നുവെച്ചാൽ ഫുള്ളായിരുന്നു. 1-2 സീറ്റ് മാത്രം അവിടെ കൂടിയിട്ട് കിടപ്പുണ്ടായിരുന്നു. ഒഴിച്ച് ബാക്കി എല്ലാം ഫുള്ളായിരുന്നു. മഞ്ഞുമൽ ബോയ്സാണ് ഞങ്ങളുടെ അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു പടം. അങ്ങനെ പടം കഴിഞ്ഞപ്പോൾ സമയം 11:30. അങ്ങനെ 11:30ക്ക് ഞങ്ങൾ പതിയെ അവിടെ തന്നെ ഇരുന്നു. എല്ലാവരും പോയി ഒച്ചപ്പാടും തിരക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഇറങ്ങി പോകാനായിട്ടുള്ളതല്ലേ. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് തിരിച്ചത് സെമിനാരിയിൽ വന്നു, പള്ളിയിൽ പോയി.